തൃശ്ശൂരിൽ പോയി കിരീടം വെക്കുന്ന ഒരാൾ സ്വന്തം നാട്ടിൽ കൊല്ലത്ത് ഒരു പുള്ളിച്ചർ പള്ളിയുണ്ട്, അതെല്ലാം അറിയപ്പെടുന്നത്, ജനങ്ങൾ മൊത്തം വരുന്ന സ്ഥലമാണ്. അവിടെ പോലും ഒരിട നേർച്ചെടുത്ത ഒരാളാണ് ഇന്ന് തൃശ്ശൂർ പോയി സ്വർണ്ണം കൊണ്ടുവയ്ക്കുന്നത്. വോട്ടിന് വേണ്ടി അവിടെ ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. പള്ളിയിൽ കിരീടമൊക്കെ കൊടുത്തു പറഞ്ഞിട്ട് സ്വർണ്ണ കിരീടം, അതുപോലെ എന്തെങ്കിലും സ്വർണ്ണ കിരീടം കൊല്ലത്തിന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാലും കൊല്ലത്തിന് നമ്മൾ കേട്ടിട്ട് കിരീടം തന്നെ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ, ഇല്ല. അടുത്ത മാസം എനിക്കൊരു കിരീടം വെക്കാന്ന് പറഞ്ഞു സ്വർണ്ണത്തില്. സ്വർണ്ണ കിരീടം കൊടുത്തു എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ മാതാവിന്റെ പള്ളി ഒരുപാടുണ്ടല്ലേ? ഇവിടെ ഒന്നും കൊടുക്കാത്ത സ്വർണ്ണ കിരീടം അവിടെ കൊടുത്തു പറയുന്നത്. കാണുന്ന മുമ്പ് കാണുന്നില്ല. സുരേഷ് ഗോപിയുടെ വീട് ഏകദേശം ഇവിടുത്തെ എത്ര ദൂരമുണ്ട്? 4 കിലോമീറ്റർ പോലും ഇല്ല. 4 കിലോമീറ്റർ ചുറ്റളവിലാണ് വീടുള്ളത്. ആള് പഠിച്ചു പറഞ്ഞ എവിടെയാണ്? തങ്കശ്ശേരി ആ ലൂർദ് മാതാ കോളേജിലല്ലേ പഠിച്ചത്? അവിടെ വെക്കാത്ത അവിടെ കൊണ്ടുവച്ചത് എന്ത്? അവിടെ വെക്കാത്ത കിരീടം അവിടെ എന്തിനാ കൊണ്ടുവച്ചത് എന്ന് ആലോചിച്ചു. കിരീടം മറിഞ്ഞില്ലേ? മറിഞ്ഞപ്പോൾ പറഞ്ഞ് ആരെ തള്ളി കിട്ടുന്നെല്ലാം പറഞ്ഞു. ശരിയല്ലേ? മറിഞ്ഞു കിട്ടുന്നു പറഞ്ഞു. തൃശ്ശൂർ നമ്മുടെ ഇവിടെ കൊല്ലത്ത് വെക്കേണ്ട സ്ഥാനം അവിടെ കൊണ്ട് വെച്ചതിന് വോട്ട് പിടിക്കാനല്ലേ? ഇതൊക്കെ നാടക രാഷ്ട്രീയമാണ്, നമുക്കറിയാം. ഇതൊക്കെ വലിയ ആവശ്യമില്ല. സ്വർണ്ണ കിരീടം കൊടുത്തതായിട്ട് അറിയോ? അറിയാം, കേട്ടിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് അറിയോ? ഇവിടെ കേട്ടിട്ടില്ല. അല്ല, അത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ. പക്ഷേ ഇവിടെയും പള്ളികളുണ്ട്, ഇവിടെയും പള്ളികളില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് കൊടുത്തില്ല? തൃശ്ശൂർ പോയി കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യം പ്രത്യേകം തൃശ്ശൂരിനോട് കാണും. അതുകൊണ്ടായിരിക്കും തൃശ്ശൂർ പോയി ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചത്. ഇവിടെയുണ്ട് മാതാവ്, എല്ലാ പള്ളികളും ഇവിടെ ഉണ്ട്. കാര്യം നമുക്കറിയാൻ വയ്യ, നമ്മളോട്ട് തീർച്ചയായിട്ടും ചെയ്യും. തൃശ്ശൂരിലെ ലൂർദ് മാതാ പള്ളിയിൽ മാതാവിന് കിരീടം കൊടുത്തിട്ടുണ്ട്. കൊല്ലത്ത് മാതാവൊന്നും ഇല്ലേ കിരീടം കൊടുക്കാൻ പറ്റിയ? അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ വയ്യ. പുള്ളിക്കാരൻ അവിടെ വോട്ട് കിട്ടി ജയിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അവിടെ കൊടുത്തത്. അതെ, സ്വർണ്ണ കിരീടം കൊടുത്തായിരിക്കും. അറിയാം. എന്തുകൊണ്ട് അദ്ദേഹം കൊല്ലത്ത് കൊടുക്കാതിരുന്നു? അത് അങ്ങനെയൊക്കെ അറിയാനും അങ്ങനെയൊക്കെ അറിയാം. ഇവിടെ എന്തെങ്കിലും കൊടുത്തതായിട്ട് അറിയോ? അറിയത്തില്ല. തൃശ്ശൂരിലെ ലൂർദ് മാതാ പള്ളിയിൽ അദ്ദേഹം ഒരു കിരീടമൊക്കെ കൊടുക്കുകയുണ്ടായി. ഈ കൊല്ലത്ത് ഒരുപാട് മാതാവില്ലേ? അതല്ലേ പറഞ്ഞ കൊല്ലത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് കാണും. ഇല്ലെങ്കിൽ അങ്ങനെ കൊല്ലത്ത് നിൽക്കേണ്ട ആളാണ്. അതെ അല്ലേ, കൊല്ലത്ത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കിരീടം കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്വർണ്ണ കിരീടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കൊടുത്തായിട്ട് നമുക്കറിയില്ല. ഇവിടെ കൊടുത്തായിട്ട് അറിയില്ല. നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അതിനൊരു ഇൻറ്റൻഷൻ ആണ് മെയിൻ. ആ ഇൻറ്റൻഷൻ ആളുകൾക്കും ബോധ്യപ്പെടും. അപ്പം ഇൻറ്റൻഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിൽ സ്വീകരിക്കപ്പെടും. രാഷ്ട്രീയ പ്രേരിതമാണോ അത്തരം കിരീടം കൊടുക്കുന്നതൊക്കെ? രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളത് നമ്മൾ അത് ഓരോ വ്യക്തികൾക്കും അത് റിസീവ് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത്. കൊടുത്തതായിട്ട് കേട്ടു. അത് ഇവിടെ പള്ളി ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തതാ. ഇവിടെ മാതാവ് ഉണ്ടല്ലോ, പഠിച്ച തന്നെ ഒരു മാതാവിന്റെ കോളേജിലാണ്. പക്ഷെ ഇവിടെ കൊടുക്കാതെ അവിടെ കൊണ്ട് കൊടുത്തു. അവിടെ ക്ലച്ച് പിടിക്കുന്നൊക്കെ ക്ലച്ച് പിടിച്ചാൽ ഭാഗ്യം. രാഷ്ട്രീയപരമായിട്ട് ക്ലച്ച് പിടിക്കാനുള്ള ഒരു തന്ത്രം മാത്രം. മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. നമ്മൾ ഇവിടെ നമ്മൾ എന്തായാലും വോട്ട് കൊടുക്കും. ലൂർദ് മാതാ പള്ളിയിൽ അദ്ദേഹം കിരീടം കൊടുത്തായിട്ട് അറിഞ്ഞു. അദ്ദേഹം ഇവിടെ പഠിച്ചിട്ടുള്ളത് ഒരു മാതാവിന്റെ കോളേജിലാണ്. അവിടെ എന്തെങ്കിലും അദ്ദേഹം കൊടുത്തായിട്ട് അറിവുണ്ടോ? ഇല്ല, ഒന്നും കൊടുത്തതായിട്ട് എനിക്കറിവില്ല. അതെന്താ തൃശ്ശൂരിൽ മാത്രം കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കാതെ? അത് പുള്ളി കഴിഞ്ഞ പ്രാവശ്യവും തൃശ്ശൂരാണ് നിന്നത്, ഇലക്ഷൻ നിന്നത്. അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരും ആ ഒരു ഇതൊന്നും എന്തായാലും ചെയ്യും. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും, അത് ഇടതായാലും വലതായാലും മദ്യമായാലും എല്ലാം ചെയ്യും. അതുപോലെ അദ്ദേഹം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇപ്പം മോടെ കല്യാണത്തിന് വേണ്ടി പ്രധാനമന്ത്രി അത് ആദ്യമായിട്ടുള്ള സംഭവം തന്നെ. അതിന് ഒരു അതിശയമില്ലേ? അതെന്താ സ്വന്തം നാട്ടില് മാതാവൊന്നും ഇല്ലേ ഇവിടെ കിരീടം കൊടുക്കാൻ പറ്റില്ല? അല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സാറിന് ഇങ്ങനെ ഓരോ പല പല കാര്യങ്ങളില്ല. അങ്ങനെ പോലെ നോക്കിയപ്പോൾ തൃശ്ശൂർ എങ്ങനെയും സാറിന് നിൽക്കണം, ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ജനിച്ചു വളർന്നതാണല്ലേ, അതുകൊണ്ട് ഇപ്പം വിഷയമില്ലല്ലോ. ജനിച്ചു വളർന്നതാണോ കുഴപ്പമില്ല. നമ്മൾ മത്സരിക്കാൻ പോകുന്ന സ്ഥലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ അതാണല്ലേ. ലൂർദ് മാതാ പള്ളിയിൽ സ്വർണ്ണ കിരീടം കൊടുത്ത് മതസൗഹാർദ്ദത്തിന്റെ മാതൃക കാണിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ വീട്ടിലെ മാടങ്ങളുടെ 1 കിലോമീറ്റർ താഴ്വശം ഇരയൂരത്ത് മാതാവിന്റെ പള്ളിയുണ്ട്. അവിടെ എന്തുകൊണ്ട് കൊടുക്കാതിരുന്നത്? അത് കൊടുക്കാതെ അവിടെ കൊടുക്കുന്ന നാടകമാണെന്നാണ് പറയുന്നത്. തീർച്ചയായും. അപ്പൊ ഇപ്പൊ നടത്തുന്ന കാര്യങ്ങൾ തൃശ്ശൂരിൽ പോയിട്ട് ഒന്നും നടക്കില്ല. അദ്ദേഹം ഒരു ചുക്കും ചെയ്യില്ല. തൃശ്ശൂർ അയാൾ ജന്മത്തിൽ നിന്ന് കിട്ടത്തുമില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, കേരളത്തിൽ ഇവിടെ ക്ലച്ച് പിടിക്കത്തുമില്ല. അത്രേ പറയാനുള്ളൂ. അയാൾ പഠിച്ച സ്കൂളിലല്ലേ, ഇവിടെ ഇൻഫൻസി സ്കൂളിൽ, അവിടുത്തെ തന്നെ പള്ളിയുണ്ട്. ഇവിടെ എങ്ങൊന്നും ഒരു കാര്യം ചെയ്തില്ലല്ലോ.
അപ്പൊ ഇത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവിടെ അതെന്തോ ഒരു രാഷ്ട്രീയ കളി തന്നെയാണ്. തൃശ്ശൂർ പിടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. കൃഷ്ണ പള്ളിയില് കിരീടമൊക്കെ കൊടുത്തായിട്ട് അത് കിരീടമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ജനങ്ങളെ ശ്രദ്ധിക്കണ്ടേ? ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. ജനങ്ങളെ കാര്യങ്ങൾ ഉദ്ദേശിച്ച ഇപ്പൊ ഈ ഇടയ്ക്കായി അവിടെ തൃശ്ശൂർ പോയിട്ട് ഉണ്ട് ജനങ്ങളെ കാര്യം ശ്രദ്ധിക്കാന്ന് പറയും. അതുവരെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന് മുമ്പ് ഒന്നും ഇല്ലായിരുന്നു. അതിന് മുമ്പൊന്നും ജനങ്ങളുടെ കാര്യം നോക്കില്ല. എല്ലാ നടന്മാരും അത് തന്നെ. ലൂർദ് മാതാ പള്ളിയില് തൃശ്ശൂര് കിരീടം കൊടുത്തു എന്ന് പറയുന്നു. അതെ. അപ്പൊ ഇവിടെ കൊല്ലത്ത് ഏതെങ്കിലും പള്ളിയിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നേർച്ചയിടുക? കൊല്ലത്ത് ഒരുപാട് മാതാവിന്റെ പള്ളികള് മറ്റു ദേവാലയങ്ങളും ക്രിസ്ത്യന്റെ ഒരുപാട് ദേവാലയങ്ങളും ഉണ്ട്. ഈ ദേവാലയങ്ങൾക്കൊന്നും ഇദ്ദേഹം എന്തെങ്കിലും കൊടുത്തതായിട്ട് നമുക്കറിയത്തില്ല. കൊല്ലത്ത് അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയായിട്ട് എന്റെ അറിവിലില്ല. ചെയ്തിട്ടോന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എന്റെ അറിവിൽ ഇതായിട്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ല ഞാൻ. അതുകൊണ്ട് ഇവിടെ ലൂർദ് മാതാ കോളേജിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. ആർക്കും അതെനിക്കറിയത്തില്ല. ആർക്കും എവിടെയും പഠിക്കാമല്ലോ. പക്ഷെ ഈ പാർട്ടി എന്ന് വരുമ്പോ തന്നെ പല സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പൊ പഠിച്ചതല്ലല്ലോ വ്യത്യാസം. ഒരു വികസനമാണ് ഏറ്റവും വലുത്. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ കൊല്ലത്തിന് ഇയാള് പഠിച്ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ കൊല്ലത്തിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം ചെയ്യുന്ന തൃശ്ശൂർ ഭാഗത്ത്, അത് കൊല്ലമല്ലല്ലോ, തൃശ്ശൂരല്ല. ലൂർദ് മാതാ പള്ളിയിൽ കിരീടം കൊടുത്തു എന്ന് പറഞ്ഞു. അത് ഇവിടെ കൊല്ലത്ത് എത്രയോ മാതാവ് ഉണ്ട്. ഇവിടെ തരാത്തെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിച്ചർ പള്ളി ഉണ്ടല്ലോ മാതാവിന്റെ. ഇവിടെ അറിയപ്പെടുന്ന ഒരു പുള്ളിച്ചർ പള്ളി ഉണ്ട്. അത് എല്ലാ വർഷവും ഇവിടെ പെരുന്നാൾ നടക്കുന്നത്. അവിടെ ഒന്നും നോക്കാമല്ലോ. അവിടെ ഒരുപാട് നേർച്ചിടാനല്ലോ. ഇത് സ്വർണ്ണം കൊണ്ട് കിരീടം കൊണ്ട് വയ്ക്കാൻ വേണ്ടി അവർ ഒരുപാട് നേർച്ചിട്ടാലും അത് സ്വർണ്ണം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. അതൊരു ഞങ്ങളുടെ പ്രാർത്ഥന വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരാളും അത് വലിയ നേർച്ചയാണ്. കിരീടം വെച്ച് തൃശ്ശൂരിൽ പോയി കിരീടം വെക്കുന്ന ഒരാൾ സ്വന്തം നാട്ടിൽ കൊല്ലത്ത് ഒരു പുള്ളിച്ചർ പള്ളിയുണ്ട്. അതെല്ലാം അറിയപ്പെടുന്നത് ജനങ്ങൾ മൊത്തം വരുന്ന സ്ഥലമാണ്. അവിടെ പോലും ഒരിടത്ത് നേർച്ചെടുത്ത ഒരാളാണ് അതിന് തൃശ്ശൂർ പോയി സ്വർണ്ണം കൊണ്ട് വയ്ക്കുന്നത്. വോട്ടിന് വേണ്ടി അവിടെ ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ.